എൻ്റെ പേര് പ്രീതി. ഞാനിവിടെ അമേരിക്കയിലെ ഷാർലറ്റ് എന്ന് പറഞ്ഞൊരു ടൗണിലാണ് താമസിക്കുന്നത്. ഞാൻ എറണാകുളത്താണ് ജനിച്ചു വളർന്നത്. ഒരു ഹിന്ദു ഫാമിലിയിലാണ് ജനിച്ചു വളർന്നത്. അപ്പോൾ എറണാകുളത്ത് കലൂരുള്ള സെയിൻറ്റ് ആൻ്റണീസ് പള്ളി, നമ്മുടെ അന്തോണിസ്നാളിൻ്റെ പള്ളി എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അപ്പം ഞാനൊരു 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് അമ്മ ഞങ്ങളെ ആദ്യമായിട്ട്, എന്നെയും എൻ്റെ ചേച്ചിയും ആദ്യമായിട്ട് അന്തോണിസ്നാളിൻ്റെ പള്ളി കൊണ്ടുപോകുന്നത്. അപ്പോൾ അവിടെ പള്ളിയിൽ ചെല്ലുമ്പോൾ നമുക്ക് വേറെ ധാരണയൊന്നുമില്ല. നമുക്ക് ഒരു സെയിൻറ്റും ദൈവവും തമ്മിലുള്ള വ്യത്യാസമൊന്നും അറിയില്ല. നമ്മൾ വിചാരിച്ചിരുന്നത് സെയിൻറ്റ് ആൻ്റണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവമാണ്. അപ്പം നമ്മളൊരു സ്കൂളിൽ പഠിക്കുന്ന പ്രായമാണല്ലോ. അപ്പോൾ ആ സമയത്ത് നമ്മളുടെ ഒരാഗ്രഹങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടണം, അങ്ങനെ കുറേ വിഷ് ലിസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഈ വിഷ് ലിസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ ചൊവ്വാഴ്ചയും പള്ളിയിൽ പോയിരുന്നത്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് അപ്പോൾ അവിടെ നൊവേനയുണ്ട്, കുർബാനയുണ്ട്. അപ്പം നമുക്ക് കുർബാന എന്താണെന്ന് അറിയില്ല. ഇനി ഇൻ കേസ് കുർബാനയ്ക്ക് നമ്മൾ ചെന്നാൽ ആളുകൾ എണീക്കുന്നു, ഇരിക്കുന്നു. അപ്പം നമ്മൾ അതുപോലെയൊക്കെ ചെയ്യും. കാര്യങ്ങളൊന്നും അറിയില്ല. ഈ കുർബാനയുടെ ഇടയ്ക്കുള്ള പ്രസംഗത്തെപ്പറ്റി ഹോംലി നമുക്ക് വലിയ അറിവൊന്നുമില്ല. അപ്പം ഞങ്ങൾ ആ പ്രസംഗം ആകുമ്പോഴത്തേക്കും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ. അപ്പം നമ്മൾ ഇറങ്ങിപ്പോവും. പതുക്കെ പതുക്കെ നമുക്ക് ആ നൊവേനയിലെയും കുർബാനയിലെയും ആ ഒരു പ്രസംഗത്തിനോട് ഒരു ഇഷ്ടം വന്നു തുടങ്ങി. കാരണം പറയുന്നത് നല്ല കാര്യങ്ങളാണ്. അപ്പം നമുക്ക് ഇഷ്ടമായി തുടങ്ങി. പിന്നെ പതുക്കെ പതുക്കെ നമുക്കത് സെയിൻറ്റ് ആരാണെന്ന് മനസ്സിലായി. എന്ന് പറഞ്ഞാൽ വിശുദ്ധനും ദൈവവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി. പതുക്കെ വിശുദ്ധനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവത്തിൻ്റെ അടുത്ത് ഒരു മീഡിയേറ്ററായിട്ട് പ്രാർത്ഥിക്കണമെന്ന് നമ്മളിങ്ങനെ പറഞ്ഞു തുടങ്ങി. അപ്പം അങ്ങനെ നമ്മൾ പഠിച്ചു, കോളേജിലൊക്കെ കഴിഞ്ഞു. അപ്പോഴും നമുക്കൊരു ഇരട്ട വിശ്വാസമാണ്. കാരണം ഹിന്ദു ഫാമിലി ജനിച്ചു വളർന്നുകൊണ്ട് അവിടെ നമ്മൾ പൂജയും അമ്പലമൊക്കെ ഭയങ്കര റിലീജിയസ് ആയിട്ട് വളർന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ചൊവ്വാഴ്ചകൾ അന്തോണിസ്നാളിൻ്റെ പള്ളിയിലും പോകും. ഇങ്ങനെയായിരുന്നു നമ്മുടെ ജീവിതം. ഇത് കഴിഞ്ഞ് കല്യാണം, ഞാൻ ബാംഗ്ലൂരാണ് വർക്ക് ചെയ്തിരുന്നത്. അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡ് നാട്ടിലായിരുന്നു. അപ്പം നാട്ടിലേക്ക് ഞാൻ ഇവിടെ വന്ന് ഒരു ഇൻഫോ പാർക്കിൽ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യാനൊക്കെ വേണ്ടിയാണ് വന്നത്. വന്നപ്പോഴത്തേക്കും ഞാൻ പ്രഗ്നൻ്റ് ആയി. അപ്പോൾ പ്രഗ്നൻ്റ് ആയപ്പോൾ പിന്നെ ജോലി കിട്ടിയില്ല. ഞാൻ ബാംഗ്ലൂർ വലിയൊരു പൊസിഷനിൽ ഇരുന്നാണ്, സീമെൻസ് എന്നൊരു കമ്പനിയിൽ വലിയൊരു പൊസിഷനിൽ ഇരുന്നിട്ട് നാട്ടിൽ വന്നിട്ട് പെട്ടെന്ന് ജോലി പോയി, പ്രഗ്നൻ്റ് ആയി. പിന്നെ ഇനി ഒരു 1 ഇയറിലേക്ക് ജോലി കിട്ടുമല്ലോ എന്ന് ഉറപ്പാണ്. അപ്പോൾ അത് നമ്മൾ ടോട്ടലി പ്രതീക്ഷിച്ചിരുന്നൊരു സാധനമല്ല. അപ്പോൾ ഭയങ്കര ഷോക്കായി. ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ക്രൈസിസ് ആയിരുന്നു അത്. ആ ക്രൈസിസിൽ ആണ് എൻ്റെ ഫെയ്ത്ത് ആക്ച്വലി തുടങ്ങുന്നത്. അത്രയും നാൾ നമ്മൾ 2 ഫെയ്ത്താണ്. പക്ഷേ പ്രഗ്നൻ്റ് ആയി ഒരു ക്രൈസിസ് എന്ന് പറഞ്ഞാൽ മുന്നോട്ട് ഇനി ഒന്നുമില്ല എന്നുള്ളൊരവസ്ഥ എത്തിയപ്പോഴത്തേക്കും ഈശോ മാത്രമാണ് സത്യം എന്ന് മനസ്സിലാക്കി പതുക്കെ ഈശോനെ പ്രാർത്ഥിച്ചു തുടങ്ങി. അപ്പോൾ എൻ്റെ പ്രഗ്നൻസിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊന്ത ചൊല്ലലായിരുന്നു. കൊന്ത ചൊല്ലാൻ വേണ്ടിയിട്ടും ഈശോ ആണ് ഓൺലി സത്യമെന്ന് മനസ്സിലാക്കാനായിട്ട് എൻ്റെ ഫ്രണ്ട് എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ബിന്ദു എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവൾ എനിക്ക് കുറേ ബുക്സൊക്കെ തന്നു, എങ്ങനെയാണ് കൊന്ത ചൊല്ലുന്നത് അതിൻ്റെ പ്രെയർ ബുക്സൊക്കെ തന്നു. അപ്പോൾ ഈ ഓരോ പ്രെയറും സമാധാനത്തിൻ്റെ പ്രാർത്ഥനയും, ഫാമിലിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും, ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് വേണ്ടിയുള്ള പ്രാർത്ഥനയും, അങ്ങനെ ഒത്തിരി സെപ്പറേറ്റ് പ്രെയേഴ്സ് ഉണ്ട്. അതൊക്കെ പ്രാർത്ഥിച്ചു. കൊന്തയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ചൊല്ലിയേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു മോൻ ജനിച്ചു. അപ്പോൾ ഉണ്ടായ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈശോനെ മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ. അപ്പോൾ എനിക്ക് എൻ്റെ ഹസ്ബൻഡായിട്ട് ഞാൻ ഒരിക്കലും ഫെയ്ത്ത് ഡിസ്കസ് ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് പേടിയായിരുന്നു. പേടി ഇൻ ദ സെൻസ്, ഇപ്പം ഫെയ്ത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയും ഒരു ഹിന്ദു ഫാമിലിയിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ പുള്ളി പറയുവാണ് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്കത് ബുദ്ധിമുട്ടാവും. ഞാൻ പ്രാർത്ഥന ഡെഫിനറ്റ്ലി വിടത്തില്ല, പക്ഷേ ഓപ്പണായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് എൻ്റെ ഹസ്ബൻഡ് വീട്ടിൽ നിന്നോ ഹസ്ബൻഡിൻ്റെ അടുത്തോ ഒരു കമ്പൽഷനും ഉണ്ടായിരുന്നിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സാറിന് കുഞ്ഞ് ജനിക്കുമ്പോൾ ഒത്തിരി ചടങ്ങുകളുണ്ടല്ലോ, ചോറ് കൊടുക്കൽ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ, അമ്പലത്തിൽ പോകണം. ഇങ്ങനത്തെ യാതൊരു കമ്പൽഷനും എനിക്ക് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നും ഉണ്ടായില്ല. അത് ഏറ്റവും വലിയൊരു അനുഗ്രഹമായിരുന്നു. അപ്പോൾ കല്യാണം കഴിഞ്ഞു, മോനായി. എന്നിട്ട് പിന്നെ ഞാൻ പള്ളിയിൽ പോകാൻ തുടങ്ങി. ഹസ്ബൻഡ് വരാറില്ല, ഞാൻ പുള്ളിയോട് ആവശ്യപ്പെടാറുമില്ല. പക്ഷെ പതുക്കെ പുള്ളി എന്നെ ആദ്യം ഞാൻ തന്നെ പോകുമായിരുന്നു. പിന്നെ പതുക്കെ പുള്ളി എന്നെ പള്ളിയുടെ ഫ്രണ്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് പുള്ളി പോകും. അതൊരു ഫേസ്. അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളി പതുക്കെ കാർ അവിടെ പാർക്കിങ്ങിൽ പാർക്ക് ചെയ്തിട്ട് പുള്ളി അവിടെ വെയിറ്റ് ചെയ്യും. പിന്നെ പതുക്കെ പുള്ളി എൻ്റെ കൂടെ പള്ളിയിലേക്ക് വരാൻ തുടങ്ങി. അപ്പം പിന്നെ ഉള്ളൊരു സ്റ്റേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു രീതിയിൽ സ്ട്രെസ്സൊക്കെ ഉള്ള സമയത്താണെങ്കിലും പുള്ളി പറയും നമുക്കൊന്ന് പള്ളിയിൽ പോയിട്ട് വരാമെന്ന് പറയും. എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രാർത്ഥന എനിക്ക് ആശ്വാസം തരുന്നു എന്ന് പുള്ളിക്കൊരു തിരിച്ചറിവുണ്ടായി. അതായിരുന്നു നമ്മളുടെ ഒരു വിശ്വാസത്തിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജ്. പക്ഷെ അപ്പോഴും ഒരിക്കലും ഞങ്ങൾ വിശ്വാസം ഡിസ്കസ് ചെയ്തിട്ടില്ല. പുള്ളി എന്താ വിശ്വസിക്കുന്നത് ഒന്നും എനിക്കറിയില്ല. ഞാൻ ചോദിച്ചിട്ടുമില്ല, പുള്ളി ഡിസ്കസ് ചെയ്തിട്ടുമില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ ജോലിയായിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് മൂവ് ചെയ്ത് ഇവിടെ ഞങ്ങൾ വന്ന കാലം തുടങ്ങി ഞങ്ങൾക്ക് ഭയങ്കര കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ ഭയങ്കര സിവിയറായിട്ട് ഒത്തിരി വിസ ഇഷ്യൂസൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ അമേരിക്ക മുഴുവനും ചുറ്റി നടക്കുക. ഓരോരോ സ്റ്റേറ്റിൽ നിന്ന് ഇങ്ങനെ മാറി ഭയങ്കര ക്രൈസിസ്. സൺഡേ മാത്രമേ പള്ളിയിൽ പോവുള്ളൂ, എന്നിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ഈ കഷ്ടം ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ മുന്നോട്ട് പോയി തുടങ്ങിയപ്പോഴത്തേക്കും ഒരു ദിവസം
പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാലായിരിക്കണം. ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചു, നമുക്ക് ബാപ്റ്റിസം എടുത്താലോ എന്ന് ചോദിച്ചു. ഞങ്ങൾ അതുവരെ ഒരു ഡിസ്കഷനും വന്നിട്ടില്ല. ഓൾ ഓഫ് എ സഡൻ ചോദിക്കുവാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു, എടുക്കാമല്ലോ എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ വേഗം എൻ്റെ ചേച്ചിയും ഇവിടെ അമേരിക്കയിൽ തന്നെ ഉണ്ട്, ഡോക്ടർ സിന്ധു. അപ്പോൾ ചേച്ചിയെ വിളിച്ചു. ചേച്ചിയോട് ഞങ്ങളിങ്ങനെ പറഞ്ഞു, ഞങ്ങൾക്ക് ബാപ്റ്റിസം എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു, ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു. കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തു. ഏറ്റവും അത്ഭുതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ എല്ലാ സാക്രമെൻസും ഒരുമിച്ചായിരുന്നു. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ബാപ്റ്റിസം, ഞങ്ങളുടെ റെക്കൺസിലിയേഷൻ, കമ്മ്യൂണിയൻ, കല്യാണം, അങ്ങനെയെല്ലാം, കൺഫർമേഷൻ, എല്ലാം സാക്രമെൻസും ഒരുമിച്ചായിരുന്നു. ഞങ്ങൾ ഈശോനൊരു കമ്മിറ്റ്മെൻറ്റ്, ഒരു വാഗ്ദാനം നമ്മൾ ഈശോ ആയിട്ട് ചെയ്തു. ഞങ്ങൾക്കിപ്പം ഗോസ്പൽ പറയാൻ പോവുകയോ അങ്ങനത്തെ യാതൊരു കാര്യങ്ങളും ചെയ്യാൻ അറിയില്ല. അപ്പോൾ ഞങ്ങൾ ഈശോനോട് പറഞ്ഞു, ഞങ്ങൾ 3 പേരും എല്ലാ ദിവസവും ഈശോയുടെ കുർബാന കൂടാനായിട്ട് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ ശ്രമിക്കും, ഞങ്ങൾ ആഗ്രഹിക്കും. അത് ശരിയാക്കി തരേണ്ടത് ഈശോയുടെ ഒരു ഉത്തരവാദിത്വമാണ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനൊരു വാഗ്ദാനം ഞങ്ങൾ ഈശോനോട് കൊടുത്തു. ദൈവാനുഗ്രഹത്താൽ അന്ന് തൊട്ട് ഇന്ന് വരെ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ ദിവസവും ദൈവം നമുക്ക് കുർബാന തന്നിട്ടുണ്ട്. എല്ലാ ദിവസവും ലോകത്ത് നമ്മൾ എവിടെ പോയാലും ദൈവം ഞങ്ങൾക്കൊരു കുർബാന തരും. അത് ഞങ്ങളുടെ ഒരു വിശ്വാസമാണ്. അപ്പം അതാണ് കാത്തലിക്കായിട്ട് ഞങ്ങൾ ചെയ്ത ഏറ്റവും ഫസ്റ്റ് കാര്യം. അന്ന് തുടങ്ങി ഇന്ന് വരെ ഞങ്ങൾ എല്ലാ ദിവസവും രാവിലെ ഞങ്ങളുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് കുർബാനയിലൂടെയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ ചെയ്യാൻ ശ്രമിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈശോനെ ഞങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് മാറ്റി. ഈശോ ആണ് ഞങ്ങളുടെ ലോകത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈശോനെയാണ്, എൻ്റെ മോനെ ഏറ്റവും ഇഷ്ടം ഈശോനെയാണ്, എൻ്റെ ഹസ്ബൻഡിനെ ഏറ്റവും ഇഷ്ടം ഈശോനെയാണ്. അങ്ങനെ ഞങ്ങളൊന്ന് മാറാൻ ശ്രമിച്ചു. ഈസി ആയിരുന്നില്ല. അങ്ങനെ മാറാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും എന്ന് പറഞ്ഞത് വളരെ വളരെ സത്യമാണ്. നമ്മൾ നാട്ടിൽ വെച്ച് എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, രാജ്യവും നീതിയും അന്വേഷിക്കാം, പക്ഷേ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. കാരണം ഈശോ ഒരിക്കലും നമ്മുടെ ആദ്യത്തെ പ്രയോറിറ്റി ആയിരുന്നില്ല. ഇവിടെ നിന്നാണ് ഇപ്പം ഞങ്ങളുടെ ലൈഫിൽ ഈശോ ആണ് ഒന്നാമത് നിൽക്കുന്നത്. അങ്ങനെ ആക്കി കഴിയുമ്പോഴത്തേക്കും തന്നെ നമ്മളുടെ ജീവിതം മാറുന്നത് നമുക്കറിയാൻ പറ്റും. ഞങ്ങൾ ഒത്തിരി അമേരിക്കയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ട്രാവൽ ചെയ്യും. അപ്പോൾ ഞങ്ങൾ ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞങ്ങൾക്ക് ഒരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ഞങ്ങൾ വെളുപ്പിനെയാണ് പൊതുവെ ഇവിടെ നിന്ന് എല്ലായിടത്തും യാത്ര തിരിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് കുർബാന വേണമെങ്കിൽ ഇവിടെ മാസ് ടൈംസ് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. അതിൽ ഓരോ സ്ഥലത്തുള്ള കുർബാനകളുടെ ഡീറ്റെയിൽസ് ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് കുർബാനയുണ്ടെന്ന്. അപ്പം ഞങ്ങൾ പോകാനുള്ള ഇവിടെ നമ്മൾ മാപ്പ് ഇട്ടിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ മാപ്പ് ഇട്ടിട്ട് ഞങ്ങൾ നോക്കും ഞങ്ങൾക്ക് പോകാനുള്ള സ്ഥലത്ത് എവിടെയൊക്കെ കാത്തലിക് പള്ളിയുണ്ട്, അവിടെ എവിടെയൊക്കെ കുർബാനയുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ രാവിലെ 8 മണിക്ക് ഒരു സ്ഥലത്ത് കുർബാനയുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ പോകുന്ന വഴിക്കാണ്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അവിടേക്ക് ഒരു 3 മണിക്കൂർ ദൂരമുണ്ട്. ഫോർ എക്സാമ്പിൾ, ഞങ്ങൾ രാവിലെ ഒരു 4:30 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങും. അപ്പം ഞങ്ങളൊരു 7:30 മണി കഴിയുമ്പോഴേക്കും അവിടെ എത്തി ഞങ്ങൾ പാർക്ക് ചെയ്ത് ഞങ്ങൾ കയറി കുർബാന കൂടാം. ഇത് ഇന്നേ ദിവസം വരെ നടന്നിട്ടുണ്ട്. നമ്മൾ ആഗ്രഹിച്ച് നമ്മൾ നോക്കിയാൽ 100% നമുക്കവിടെ കുർബാനയുണ്ട്. ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക. ഞങ്ങൾ കുർബാന വേണമെന്ന് ആഗ്രഹിച്ച് കുർബാനയ്ക്ക് വേണ്ടി ഞങ്ങൾ ഇങ്ങോട്ടൊരു സ്ഥലത്തോട്ട് മാറിയപ്പോഴത്തേക്കും ബാക്കിയെല്ലാം ദൈവം ശരിയാക്കി തന്നു. ഞങ്ങൾക്ക് ഒന്നും വേണ്ട, ബാക്കിയെല്ലാം തന്നു. അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് മൂവ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ നമ്മളോട് ചോദിച്ചായിരുന്നു, നിങ്ങളെന്ത് മണ്ടത്തരമാണ് കാണിക്കുന്നത്, കുർബാനയ്ക്ക് വേണ്ടി ദൂരെ ഒരു സ്ഥലത്തോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മണ്ടത്തരമല്ലേ, നാളെ പള്ളിയിൽ കുർബാന ഇല്ലാണ്ടായാൽ എന്ത് ചെയ്യും, ആ പള്ളി അടച്ചാൽ എന്ത് ചെയ്യും. അപ്പം ഞങ്ങൾ അതിന് കൊടുത്ത ഒരു ഉത്തരം ഇതാണ്, കുർബാനയ്ക്ക് വേണ്ടി ആഗ്രഹിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം മാത്രമേ നമുക്കുള്ളൂ, ബാക്കിയൊക്കെ ദൈവത്തിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മൾ പറഞ്ഞ ഉത്തരം ഇതാ, അത് ദൈവം നോക്കിക്കോളും. കാരണം നമുക്ക് കുർബാന തരണം, കുർബാന വേണം എന്നുള്ളത് ദൈവം, നമ്മളൊന്ന് ആഗ്രഹിച്ച ദൈവം നമുക്കത് തരും. അത് ദൈവത്തിൻ്റെ ഒരു കരുണയാണ്, നമ്മുടെ അർഹതയല്ല, ദൈവത്തിൻ്റെ ഒരു കരുണയാണ്. അതുപോലെ തന്നെ ഞങ്ങളിവിടെ പള്ളിയിൽ വന്നപ്പോഴത്തേക്കും ഒരുപാട് ഗ്രേസ് ഉള്ള ഒരു പള്ളി. എൻ്റെ മോന് ഓൾട്ടർ സെർവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ഞങ്ങളിതിന് മുന്നേ ഉണ്ടായിരുന്ന സിറ്റിയിൽ ഞങ്ങൾ ഒത്തിരി ആഗ്രഹിച്ചതാണ്, അൽത്താര ബാലനായിട്ട് എൻ്റെ മോൻ ചെയ്യണമെന്ന്. അപ്പോൾ അത് ചെയ്യാൻ പറ്റണു. അതുപോലെ കുർബാനയുടെ ഇടയ്ക്കുള്ള വായന, എനിക്ക് വായന പരിചയമില്ല, നമ്മൾ ഇടയ്ക്ക് വന്നതല്ലേ, അപ്പം നമ്മൾ കാത്തലിക്കായിട്ടല്ല ജനിച്ച് വളർന്നത്, അപ്പം നമുക്ക് വായന അറിയില്ല. പക്ഷേ അതും നമ്മളൊന്ന് പ്രാർത്ഥിച്ചപ്പോഴത്തേക്കും അതും അവരിങ്ങോട്ട് വന്നിട്ട് നമ്മളോടത് ചെയ്യാൻ പറയുക. ഞങ്ങളുടെ ഇംഗ്ലീഷ് പള്ളിയിലാണ് പോകുന്നത്. അപ്പം അത് അവർ നമ്മളോട് ഇങ്ങോട്ട് വന്നിട്ട് ചെയ്യാൻ പറയുവാണ്. അതുപോലെ ഇവിടെ നമുക്ക് യൂക്രിസ്റ്റിക് മിനിസ്റ്റർ എന്ന് പറഞ്ഞൊരു പൊസിഷനുണ്ട്. നമ്മുടെ നാട്ടിൽ നമ്മൾ അച്ഛന്മാരും സിസ്റ്റേഴ്സും ആണല്ലോ കുർബാന കൊടുക്കുന്നത്. ഇവിടെ നമുക്കും കുർബാന കൊടുക്കാം. അവർ ആദ്യം നമ്മളെ ട്രെയിനിങ് തരും. എന്നിട്ട് നമുക്കും കുർബാനയുടെ ഇടയ്ക്ക് അച്ഛന്മാരുടെയും ഡീക്കന്മാരുടെയൊക്കെ ഒപ്പം നിന്ന് നമുക്കും കുർബാന കൊടുക്കാം. ആ കുർബാന കൊടുക്കുമ്പോഴുള്ള ആ ഒരു സന്തോഷം, ഈശോനെ നമ്മുടെ കയ്യിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ ഇതിലും വലിയ ഭാഗ്യമൊന്നുമില്ല. അതുപോലെ എൻ്റെ അമ്മ നാട്ടിലായിരുന്നു. അപ്പം അമ്മയെ
ബാപ്റ്റിസം പഠിപ്പിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം ഞാൻ പ്രാർത്ഥിച്ചത് അമ്മ കാത്തലിക്കായിട്ട് ജീവിക്കണം, കാത്തലിക്കായിട്ട് മരിക്കണം, കാത്തലിക്കായിട്ട് അമ്മേനെ അടക്കണം. ഇതായിരുന്നു ഞാൻ ഈശോനോട് പ്രാർത്ഥിച്ചിരുന്നത്. അമ്മ ഭയങ്കര സിക്കായിരുന്നു, അമ്മയ്ക്ക് 90 വയസ്സാവുകയാണ്. അപ്പം അമ്മ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുന്നൊന്നും അമ്മ പണ്ട് ഇവിടെ സ്ഥിരമായി വന്നിരുന്നതാണ്, പക്ഷെ ഇത്രയും ആരോഗ്യം ഭയങ്കര മോശമായിരുന്നു. അപ്പം അമ്മയെ ഇങ്ങോട്ടേക്ക് ഫ്ലൈറ്റിൽ കൊണ്ടുവന്നപ്പോഴത്തേക്കും ഇവിടെ വരെ എത്തുമെന്ന് പോലും ഞാൻ വിചാരിച്ചില്ല. പക്ഷേ അമ്മ കൊണ്ടുവന്നു, അമ്മയെ ബാപ്റ്റിസം പഠിപ്പിച്ചു. ഇപ്പം അമ്മ എല്ലാ ദിവസവും ഞങ്ങളുടെ കൂടെ രാവിലെ കുർബാന കൂടാൻ വരും. എൻ്റെ അമ്മയ്ക്ക് ഇംഗ്ലീഷ് അറിയില്ല. ഇപ്പം ഞങ്ങൾ പോകുന്നത് ഇംഗ്ലീഷ് കുർബാനയ്ക്കാണ്. എൻ്റെ അമ്മയ്ക്ക് ഇംഗ്ലീഷ് അറിയേയില്ല, ചെവി ഭയങ്കര സ്ലോ ആണ്, കേൾക്കത്തില്ല. അപ്പം അമ്മ പക്ഷേ ഭയങ്കര ആഗ്രഹത്തോടെയും ഉത്സാഹത്തോടെയാണ് കുർബാന കൂടുന്നത്. അപ്പം അമ്മ കുർബാന കൂടുമ്പം ഞാൻ ഓർക്കും, ദൈവമേ ഒന്നും കേൾക്കൂല, ഒന്നും മനസ്സിലാവുകയില്ല. പക്ഷെ എന്നിട്ടും ആ വിശ്വാസത്തോടെ അവിടെ ഇരിക്കണ കാണുമ്പോഴത്തേക്കും ഞാൻ ഓർക്കും, എൻ്റെ ദൈവമേ കുർബാനയുടെ ആ ഒരു മഹത്വം മനസ്സിലാക്കി അവിടെ ഇരിക്കുന്നത് അത്രയും വലിയ ഭാഗ്യം വേറൊന്നുമില്ല ജീവിതത്തിൽ. ബാപ്റ്റിസത്തിന് മുന്നേയുള്ള ലൈഫും ബാപ്റ്റിസത്തിന് ശേഷമുള്ള ലൈഫും വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. വിശ്വാസം പ്രഖ്യാപിക്കാനുള്ള, വിശ്വാസം ആരോടും പറയാനുള്ള ധൈര്യം അത് ദൈവം തന്നിട്ടുണ്ട്. പണ്ട് നമ്മൾ വിശ്വാസം സംസാരിക്കും വിശ്വാസമുള്ളവരോട് മാത്രം. പക്ഷെ ഇപ്പം ഞാൻ കാത്തലിക്കാണ് എന്ന് എനിക്ക് എവിടെ ഡിക്ലെയർ ചെയ്യാനും എനിക്ക് ഒരു പ്രശ്നമില്ല. ഇപ്പം എൻ്റെ ഓഫീസിലൊക്കെ ആണെങ്കിലും എനിക്കിപ്പോൾ അവർ രാവിലെ മീറ്റിംഗ് ഉണ്ടെങ്കിൽ ഞാൻ പറയും, എനിക്ക് പള്ളിയിൽ പോകണം, പള്ളിയിൽ പോയി വന്നു കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ സമയം ആദ്യം പറയും, ഇന്ന സമയം തുടങ്ങിയാണ് ഞാൻ അവൈലബിൾ, ഇന്ന സമയം വരെ ഞാൻ പള്ളിയിൽ പോവുകയാണെന്ന് പറയും. പക്ഷേ അതൊക്കെ എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യും. ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് കാര്യം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ അനുഭവത്തിൽ ഞങ്ങൾ പറയും, ലോകത്തിൽ ഏറ്റവും സുഖം ഒരു കാത്തലിക്കായിട്ട് ജീവിക്കുന്നതാണ്. കാത്തലിക്കായിട്ട് ഈശോനെ പ്രാർത്ഥിച്ച് ഈശോയുടെ കൂടെ ജീവിക്കുന്നതാണ്. നമ്മളൊന്നും പ്ലാൻ ചെയ്യണ്ട, എല്ലാം ഈശോ ചെയ്യുന്നുണ്ട്. നമ്മൾ ചോദിക്കണം. ഈശോ നമ്മുടെ എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരം അവിടെ ഉണ്ട്. പക്ഷെ നമ്മൾ ചോദിക്കണം. പക്ഷേ പലപ്പോഴും നമ്മൾ മറന്നു പോകും ചോദിക്കാനായിട്ട്. നമ്മൾ നമ്മുടെ ബുദ്ധിയും കഴിവുമൊക്കെ കൊണ്ട് കാര്യങ്ങളിങ്ങനെ ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ ഒന്നും ആവശ്യമില്ല. നമ്മൾ കുർബാനയ്ക്ക് പോയാൽ നമ്മൾ ഒത്തിരി ഹമ്പിളാകും, നമ്മൾക്ക് ധൈര്യം ഉണ്ടാകും നമ്മുടെ വിശ്വാസം പറയാൻ, നമ്മൾ സത്യസന്ധരായിരിക്കും, നമുക്കൊരു ടെൻഷനും ഉണ്ടാവില്ല. അങ്ങനെ എണ്ണിയാൽ തീരാത്തത്ര കാര്യങ്ങൾ ദൈവം നമുക്ക് തരും. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.